ഫ്രണ്ട്സേ ധന്യാണേ. അപ്പോൾ ഇന്ന് 5ാമത്തെ നോമ്പാണ്. എൻ്റെ മകൻ്റെ ഇന്ന് ആദ്യത്തെ നോമ്പ് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് അവൻ. അപ്പോൾ സമയം ഇപ്പോൾ 6:15 കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവനോട് ചോദിച്ചു, ഇടാ നിനക്ക് പിന്നെ ക്ഷീണമുണ്ടോ ചോദിച്ചപ്പോൾ അപ്പോൾ ക്ഷീണമൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ അവന് കുറച്ച് ക്ഷീണം വന്നു തുടങ്ങി, വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങി എന്നാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇന്നേക്ക് ഞാൻ പിന്നെ നോമ്പ് തുറക്കാനായിട്ട് പിന്നെ മുന്തിരിയാണ് കൂടുതൽ എടുത്തിരിക്കുന്നത് കേട്ടോ. അവർക്ക് മുന്തിരി മതി എന്ന് പറഞ്ഞു. പിന്നെ പള്ളിക്കഞ്ഞി മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ മദ്രസയിൽ 5ാം മൈൽ മദ്രസയിൽ പോയിട്ട് ഞാൻ പള്ളിക്കഞ്ഞി മേടിച്ചിട്ടുണ്ട്. പിന്നെ സമൂസ മേടിച്ചിട്ടുണ്ട്. സമൂസ പിള്ളേർക്ക് ഇഷ്ടമാണേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സമൂസയും മേടിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ കാണിച്ചാൽ സമൂസയും മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ഉണ്ണിയപ്പത്തിന് പിന്നെ 1-2 ആളുകൾക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചോദിച്ചിട്ട്. അപ്പോൾ ഉണ്ണിയപ്പം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കഴിഞ്ഞു കേട്ടോ. ഉണ്ണിയപ്പമാണ് ബാലൻസ് ഉള്ളത് ഇതിൽ കൊണ്ടുവന്നത്. അപ്പോൾ എന്താ പറയുക, പിന്നെ പെട്ടെന്ന് അതായത് ഉണ്ണിയപ്പം വേണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം വിളിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ച് അരി അരയ്ക്കാമെന്ന് വിചാരിക്കണം. കാരണം ഉണ്ണിയപ്പത്തിന് നമ്മൾ മാവ് അരച്ചിട്ട് ഇപ്പോൾ ചൂട് കൂടുതലല്ലേ, അപ്പോൾ ഉണ്ണിയപ്പം പോകണമില്ല. ചിലപ്പോൾ ഒരു 20-30 എണ്ണയ്ക്ക് പോകണുള്ളൂ. അപ്പോൾ അത്ര മാവിനെ അരയ്ക്കുമ്പോഴേക്കും ബാക്കിയുള്ള മാവ് വേസ്റ്റ് ആവുകയാണ്, കേട് വന്ന് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ണിയപ്പം വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് തലേ ദിവസം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടെത്തിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക പിന്നെ ഉണ്ടാക്കി വെക്കുകയോ ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്നെ തളർത്താതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെല്ലാവരും താങ്ങുന്നത് കാണുമ്പോണ്ടല്ലോ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് ആ ഒരു നിമിഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പലരും പലതും പറയുന്നു, നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ നോക്ക് 11 വയസ്സായ എൻ്റെ ബദ്രി, ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല അവൻ നോമ്പെടുക്കുന്നത്, അവനായിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല പിന്നെ വയറുവേനയും തലവേനയൊക്കെ ആയിട്ട് ടീച്ചർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാണ് കുട്ടികളെ കൊണ്ട് ഇങ്ങനെ നോമ്പെടുപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അവർ സ്നേഹത്തോടെ കരുതലോടെ പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു ഇത് ഞാനിവിടെ വെക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു കാരുണ്യം തന്നെയാണ്. ഇപ്പം നിൻ്റെ ദൈവം എൻ്റെ ദൈവം എന്നൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും ഒരു ദൈവം തന്നെ. പക്ഷെ നമ്മൾ രണ്ടുപേരും 2 വിധത്തിലാണ് ആരാധിക്കുന്നതെന്ന് മാത്രം. പക്ഷെ നമ്മളൊക്കെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും നല്ലത് വരണേ, എല്ലാവർക്കും നല്ലത് കിട്ടണേ, കുടുംബങ്ങൾ നന്നായിരിക്കണേ, അല്ലെങ്കിൽ മക്കൾ നന്നായി പഠിക്കണേ, ജോലി കിട്ടണേ, ജോലിയിൽ നല്ല രീതിയിൽ പോകണേ, ബിസിനസ് നന്നാവണേ, ഇങ്ങനെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുള്ളൂ ദൈവത്തിനോട്, അല്ലാതെ വേറെ എന്തെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുമോ? അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഇന്ന് നോമ്പുണ്ടാ? ഇന്ന് കംപ്ലീറ്റ് ആയില്ലേ? കംപ്ലീറ്റ് ആവാൻ പോണു അല്ലേ? ക്ഷീണം ഉണ്ടായിരുന്ന? കുഴപ്പമില്ല. സ്കൂൾ ടൈമിൽ അപ്പോൾ എന്ത് ചെയ്തപ്പോ ഉണ്ടായിരുന്ന? കളിക്കാൻ പോയാ? ക്ലാസ് തന്നെ ഇരുന്നു അല്ലേ? പിന്നെ ഫ്രണ്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്ന നോമ്പ്? അതെ അല്ലേ? എല്ലാവരും എന്ത് പറഞ്ഞേ? കുഴപ്പമില്ല പറഞ്ഞു അല്ലേ? ശരി. അപ്പൊ എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹം ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്നാലും അത്ര മാത്രമേ ഉണ്ടുള്ളൂ. നമുക്ക് ഫ്രൂട്ട്സ് മേടിക്കാൻ പോവാ. എന്നാ വാ ബദ്രി, വെള്ളം കുടിച്ചോട്ടാ. സിപ്പായി കുടിക്കും. മുന്തിരി എടുത്ത് കഴിച്ചോടാ. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഇടത് കൈ കൊണ്ട് കഴിക്കുന്ന പോലെ ഉണ്ട്. അതാണ് മിസ്റ്റേക്ക്. നമ്മൾ വലത് കൈ കൊണ്ടാണ് കഴിക്കുന്നത്, പക്ഷേ ഇടത് കൈ കൊണ്ട് കഴിക്കണ പോലെ തോന്നുന്നത് ഈ ക്യാമറേൻ്റെ ഒരു പ്രശ്നമാണ്. അത് ഞാൻ പ്രത്യേകം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ എടുത്തത് അല്ലേ? ഇതും കൂടി കുടിക്കും. ഇത് കുടിക്കും. ഉണ്ണിക്കുത്തി കുടിക്കട. വലത് കൈണ്ടാ കുടിക്കുന്നത്, പക്ഷെ ക്യാമറൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് ശരിയാക്കാം, സെറ്റിങ്സ് ശരിയാക്കണം.